അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരിൽപ്പെട്ട വലിയ പ്രമുഖരായ ബഹുമാനപ്പെട്ട ഇബ്നു മുഹൈരിദ് റളിയല്ലാഹു അൻഹു മഹാനവരുകൾ ഒരു ദിവസം ഒരു വസ്ത്രം വാങ്ങാൻ വേണ്ടി കടയിലേക്ക് കയറി. ബഹുമാനപ്പെട്ടവർ എന്ന് പറയുമ്പോൾ ആ നാട്ടിൽ അറിയപ്പെടുന്ന വലിയൊരു പണ്ഡിതനാണ്, വലിയൊരു ആളാണ്. പക്ഷേ ഈ കടക്കാരക്ക് അറിയില്ലായിരുന്നു ഇത് ഇദ്ദേഹമാണെന്ന്. പക്ഷെ പേര് മാത്രമേ ആ കടക്കാരൻ കേട്ടിട്ടുള്ളൂ. ഇദ്ദേഹമാണെന്ന് അദ്ദേഹത്തിനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഒരു അഹംഭാവമോ കിബിറോ ഒന്നുമില്ലാതെ ഒരു പാവപ്പെട്ടവനെ പോലെ അവിടെയുള്ള വസ്ത്രങ്ങളൊക്കെ ഇങ്ങനെ പരിധി നോക്കുകയാണ്. തൻ്റെ ആവശ്യത്തിന് വേണ്ട വസ്ത്രങ്ങളൊക്കെ നോക്കുകയാണ്. അങ്ങനെ ചില വസ്ത്രങ്ങൾ ആവശ്യപ്പെട്ട് ഇഷ്ടപ്പെട്ട് അതിൻ്റെ വിലയൊക്കെ ചോദിക്കുമ്പോൾ ആ കടക്കാരൻ നല്ല വിലയൊക്കെ അതിന് പറഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ടവർ അതിൻ്റെ വിലയൊക്കെ കുറച്ച് ചോദിച്ചാലും അദ്ദേഹം ഒന്നും വൈകിയില്ല. ഇല്ല, എനിക്കത്ര തന്നാലേ ഞാൻ തരികയുള്ളൂ എന്ന്. അങ്ങനെ സംസാരങ്ങളോ അങ്ങോട്ടിങ്ങോട്ടും നടക്കുമ്പോൾ ബഹുമാനപ്പെട്ടവരുടെ കൂടെ അവിടുത്തെ അടിമ ഉണ്ടായിരുന്നു. ആ കടക്കാരൻ ബഹുമാനപ്പെട്ടവരോട് ഇങ്ങനെ ഒരു അതവ് കേട് കാണിക്കുമ്പോൾ എന്തൊരു തോന്നിപ്പോയി. അപ്പം തന്നെ ആ അടിമ ആ കടക്കാരനോട് പറഞ്ഞു, നീ ആരോടാണ് സംസാരിക്കുന്നത്, തർക്കിക്കുന്നതെന്ന് എനിക്കറിയാമോ? ഈ വന്ന ഉസ്താദ് ഇത് ബഹുമാനപ്പെട്ട ഇബ്നു മുഹൈരിദ് റളിയല്ലാഹു അൻഹുവാണ് എന്ന് ആ കടക്കാരനോട് ബഹുമാനപ്പെട്ടവരെ പരിചയപ്പെടുത്തി കൊടുത്തു. ഇത് കേട്ട പാടെ അദ്ദേഹത്തിലേക്ക് വല്ലാത്ത അത്ഭുതം തോന്നി. പക്ഷേ വളരെ ഗൗരവത്തോടു കൂടെ കേൾക്കേണ്ട ഒരു വിഷയം, ഈ അടിമ തന്നെക്കുറിച്ച് കടക്കാരനോട് പരിചയപ്പെടുത്തിയപ്പോൾ അദ്ദേഹം എനിക്ക് വില കുറച്ച് തരാൻ ഉദ്ദേശമുണ്ട്, അദ്ദേഹം അതിന് താല്പര്യപ്പെടുന്നു എന്ന് മനസ്സിലായപ്പോൾ ബഹുമാനപ്പെട്ട ഇബ്നു മുഹൈരിദ് റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് പോവുകയാണ്. തൻ്റെ അടിമയെ കൂട്ടി പറയുന്നു, നമ്മളിവിടുന്ന് പോവാം, എനിക്ക് ഈ വസ്ത്രം ആവശ്യമില്ല. എന്നിട്ട് ആ കടയിൽ നിന്ന് പുറത്തു വന്നിട്ട് ബഹുമാനപ്പെട്ട ഒരു വാക്ക് പറഞ്ഞു. വളരെ ഗൗരവത്തോടു കൂടെ കേൾക്കേണ്ട ഒരു വാക്കാണ്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഞാൻ ഈ കടയിലേക്ക് വന്നത് പണം കൊടുത്തിട്ട് ഒരു വസ്ത്രം വാങ്ങാനാണ്, അല്ലാതെ ദീന് കൊടുത്തിട്ട് എൻ്റെ മഹത്വം പറഞ്ഞിട്ട് ഇവിടെ ഞാൻ വസ്ത്രം വാങ്ങാൻ വന്നതല്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ബഹുമാനപ്പെട്ടവർ പോവുകയാണ്. എന്നാണ് വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കണം. അതെ, തൻ്റെ മഹത്വം പറഞ്ഞ് തൻ്റെ സ്ഥാനം പറഞ്ഞ് ആൾക്കാരിൽ നിന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് നിഅമത്തുകൾ പറ്റുക, അല്ലെങ്കിൽ അവരിൽ നിന്ന് ഇങ്ങോട്ട് ബഹുമാനം സ്വീകരിക്കുക എന്നുള്ളത് ഒരു നിലക്കും താല്പര്യപ്പെടാത്തവരായിരുന്നു ബഹുമാനപ്പെട്ടവർ എന്ന് ഇതിലൂടെ നാം മനസ്സിലാക്കേണ്ട വലിയൊരു വിഷയമാണ്. അതേ, താൻ ഉപയോഗിക്കുന്നത് വസ്തുവാവട്ടെ പണമാവട്ടെ ഏതുമാവട്ടെ അതിലെല്ലാം അള്ളാഹുവിൻ്റെ ഇഷ്ടമുണ്ടാവണം, അള്ളാഹുവിൻ്റെ പൊരുത്തമുണ്ടാകണം. അല്ലാതെ എന്തെങ്കിലും ഒരു അള്ളാഹു ഇഷ്ടപ്പെടാത്ത വഴിയിലൂടെ താൻ ഉപയോഗിക്കുന്ന വസ്തു ആകരുത് എന്ന് വലിയൊരു നിർബന്ധമായിരുന്നു ബഹുമാനപ്പെട്ടവർക്ക്. അതാണ് മഹാന്മാരുടെ ജീവിതം, അതാണ് നാമും നയിക്കേണ്ടത്. അതാണ് ഇഖ്ലാസ്, അതാണ് സൂക്ഷ്മത. അല്ലാതെ എവിടെയെങ്കിലും എന്തുമാവും എങ്ങനെയോ ആവും, ഒന്ന് കിട്ടിയാൽ മതി എന്ന് ഒരിക്കലും നാം ചിന്തിച്ചു പോകരുത്. റബ്ബിൻ്റെ അടുക്കൽ ഉത്തരം പറയേണ്ടി വരും. ഇത്തരത്തിലുള്ള മഹാന്മാരുടെ ജീവിതം നമുക്ക് വലിയ മാതൃകയാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതം നല്ല സൂക്ഷ്മതയുള്ള ജീവിതമാക്കി തരുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.